ഒരു കാട്ടിൽ അഹംഭാവിയും അഹങ്കാരമായിട്ടുള്ള ഒരു സിംഹം ഉണ്ടായിരുന്നു. കാട്ടിലെ മറ്റു മൃഗങ്ങൾ ഇവന്റെ അഹംഭാവവും അഹങ്കാരവും കാരണം പേടിച്ചാണ് ജീവിച്ചത്. ഒരു ദിവസം സിംഹത്തിന്റെ ഉപദേശകനും മന്ത്രിയുമായ കാലു ചീറ്റ അവനോട് വന്ന് പറഞ്ഞു, മഹാരാജൻ, ഞാനിത് പറയാൻ ആഗ്രഹിച്ചല്ല പറയുന്നത്. എന്നാൽ അങ്ങയുടെ അമിതമായ അഹങ്കാരവും പൗരുഷതയും അങ്ങേക്കും അങ്ങയുടെ രാജ്യത്തിനും നല്ലതല്ല രാജൻ. അല്ല, നീ എന്താണ് പറഞ്ഞു വരുന്നത്? മഹാരാജൻ, അങ്ങയുടെ വിചിത്രമായ ഉത്തരവുകളും നീതിയും കാരണം വനത്തിലെ ദുർബലരായ മൃഗങ്ങൾ ഏറെ ഭയപ്പെടുന്നു. എനിക്കും ഭയമുണ്ട്, അവരെന്തെങ്കിലും അങ്ങയോട് തിരിച്ചു പ്രതികരിക്കുമെന്നുള്ളത്. നീ പറഞ്ഞത് വളരെ ശരിയാ. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇതിനൊരു പരിഹാരം എന്റെ കയ്യിലുണ്ട്. അടുത്ത ദിവസം സിംഹം എല്ലാ മൃഗങ്ങളെയും അവന്റെ ഗുഹയുടെ മുമ്പിൽ വരാൻ പറഞ്ഞു. എന്റെ നീതി കാരണം ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ഞാൻ ഒരുപാട് തവണ കേട്ടിരുന്നു. അവർക്കായൊരു പരിഹാരം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. സിംഹം പറഞ്ഞത് കേട്ട് പ്രാണികളെല്ലാവരും സന്തോഷത്തിലായിരുന്നു. എന്റെ തീരുമാനം ഇന്നു തൊട്ട് കാട്ടിലെ ദുർബല മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങുമെന്നുള്ളതാണ്. അതായത് അണ്ണാനുകൾ, എലികൾ, ഇവരെല്ലാം ഈ കാട് വിട്ട് ഇന്ന് തന്നെ കാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറിപ്പോകണം. രാജാവ് സിംഹത്തിന്റെ ഉത്തരവെല്ലാം കേട്ട് പാവപ്പെട്ട മൃഗങ്ങളെല്ലാരും അങ്ങ് പേടിച്ചുപോയി. ആ പാവപ്പെട്ട മൃഗങ്ങളിൽ നിന്നും സോന അണ്ണാൻകുഞ്ഞ് രാജാവിന്റെ അടുത്ത് പറഞ്ഞു, ഇത് ശരിയല്ലല്ലോ മഹാരാജാവേ. എന്തു പറഞ്ഞു? എന്നോടിങ്ങനെ സംസാരിക്കാനായി നിനക്ക് എന്ത് ധൈര്യം വന്നു? മഹാരാജാവേ, ഗ്രാമത്തിന്റെ അപ്പുറത്തെ ഭാഗത്ത് പച്ചപ്പ് ഒന്നുമേ ഇല്ല. അവിടുത്തെ വെള്ളമുള്ള തടാകവും വറ്റിക്കിടക്കുക. ഇതെന്റെ ഉത്തരവാണ് അണ്ണാനെ. പിന്നെ ഇന്നു മുതൽ ഏതെങ്കിലും ദുർബല ജീവികൾ ഈ കാട്ടിലെങ്ങാനും ഉണ്ടെങ്കിൽ അവരെ ഞാൻ ഉടൻ തന്നെ കൊന്നുകളയുന്നതാണ്. പക്ഷേ മഹാരാജൻ, ഈ ദുർബല ജീവികൾ അവിടെ പോയാൽ സ്വയം ചത്തൊടുങ്ങും. അങ്ങ് ഒന്നുകൂടി ആലോചിച്ച് തീരുമാനമെടുക്കണം. മണ്ടത്തരം പറയാതോടോ വിഡ്ഢി കൂശ്മാണ്ഡമേ. സത്യം പറഞ്ഞാൽ ഞാൻ നിന്നോട് യോജിക്കുമായിരുന്നു. എന്നാൽ ഈ സ്വർണ്ണ അണ്ണാൻ എന്നെ ദേഷ്യം പിടിപ്പിച്ചു. എന്തായാലും നിങ്ങളെല്ലാവരും ഈ കാട് വിട്ടു പോകേണ്ടി വരും. കാലു ചീട്ട അവന്റെ മനസ്സിൽ ആലോചിച്ചു. എന്തായാലും ഇന്നൊരു നിർഭാഗ്യകരമായ ദിവസമാണ്. ഈ കാട്ടിലെ സിംഹം രാജാവായപ്പോ ഈ കാട് മുഴുവൻ കൊള്ളയടിച്ച് നശിപ്പിക്കുന്ന വിചാരിച്ചത്. അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് ഈ ദുർബല മൃഗങ്ങളെ പുറത്താക്കുക മാത്രമല്ലേ അദ്ദേഹം ചെയ്തത്. സിംഹരാജാവ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവന്റെ ഗുഹയിലോട്ട് അങ്ങ് പോയി. കാട്ടിലെ പാവപ്പെട്ട പ്രാണികളെല്ലാം കാട്ടിലെ മറ്റു വശത്തേക്ക് പോകാൻ പുറപ്പെട്ടു. പാവപ്പെട്ട പ്രാണികളെല്ലാരും ചേർന്ന് സോന അണ്ണാൻ കുഞ്ഞിനെ കുറ്റം പറയാൻ തുടങ്ങി. സോന അണ്ണാങ്കിളി, നീ കാരണമാണ് ഞങ്ങള് പുറത്തായത് ഈ കാട്ടീന്ന്. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ സത്യമല്ലേ പറയണേ, നീ കാരണമല്ലേ. സിംഹരാജാവിന്റെ മുമ്പിൽ നീ അങ്ങനെയൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഞാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് സിംഹരാജാവിന്റെ അടുത്ത് സംസാരിച്ചത്. പക്ഷെ സിംഹരാജാവ് നമ്മളെ പുറത്താക്കാൻ നേരത്തെ തീരുമാനിച്ചു വന്നതായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പച്ചപ്പ് കുറവല്ലേ. ഇവിടെ അടുത്തൊന്നും തടാകം പോലും കാണുന്നില്ല ശരിക്കും. ഇങ്ങനെയാണെങ്കിൽ വിശന്ന് ദാഹിച്ച് ചത്തുപോകും നമ്മൾ. നിങ്ങൾ പറയുന്നത് ശരിയാണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് ആ കുളം അന്വേഷിക്കണമെന്നാണ്. കാരണം ജലമാണ് ജീവൻ. പിന്നെ സ്വർണ്ണ അണ്ണാനെ, ഇവിടെ നിന്ന് പോകൂ. ഞങ്ങൾക്ക് നിന്റെ ഒരാവശ്യവുമില്ല. നീ കാരണമാണ് ഞങ്ങൾക്ക് ഇതെല്ലാം സംഭവിച്ചത്. ഞാൻ കാരണമാണ് നിങ്ങൾ എല്ലാവരും കാട്ടിൽ നിന്ന് പുറത്തായതെന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ഞാൻ തന്നെ നിങ്ങളെ തിരിച്ച് ആ കാട്ടിൽ എത്തിക്കുമെന്ന്. അതുപോലെ രാജാവ് സിംഹത്തിനൊരു പാഠവും പഠിപ്പിക്കും. സോന അണ്ണാൻ കുഞ്ഞ് അവിടുന്ന് മഹാരാജാവിനെതിരെ പക വീട്ടാനുള്ള പരിപാടിയിലായി. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോ അണ്ണാൻ കുഞ്ഞിന് ഒരു കിണർ പോലത്തെ ഒരു തടാകം കാണാൻ പറ്റി. ആഹാ, ഇത് കൊള്ളാലോ, നല്ല കിണർ പോലെ ഇരിക്കുന്ന ഒരു തടാകമാണല്ലോ. അപ്പോഴേക്കും ആ സുന്ദരമായ തടാകത്തിൽ നിന്നും സുന്ദരമായ ഒരു മീൻ പൊങ്ങി വന്ന് അവളോട് പറഞ്ഞു, നിന്റെ ജീവൻ നിനക്ക് വേണമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടൂ എന്ന് പറഞ്ഞാൽ, കാരണം അത് പുറത്തിറങ്ങാനുള്ള സമയമായി. ഞാനും ഒളിക്കാൻ പോവുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ആര് പുറത്തു വരുന്ന കാര്യാ പറഞ്ഞത്? നിനക്കറിയില്ല, ഈ തടാകത്തിന്റെ അകത്ത് ഒരു ഡ്രാഗൺ ഹോഴ്സ് ജീവിക്കുന്നുണ്ട്. പക്ഷെ ഈ തടാകത്തിന്റെ അകത്ത് അത് എങ്ങനെ വന്നു എന്നറിയില്ല. ആ ഡ്രാഗൺ ഹോഴ്സ് മറ്റു പ്രാണികളുടെ രൂപമെടുത്ത് ആ പ്രാണീനെ കൊന്നുകളയും. അതാണ് ശീലം. അങ്ങനെ അതിന് ശക്തി കിട്ടും.
അതിനെക്കുറിച്ച് വേറെന്തെങ്കിലും അറിയാമോ? എന്നാലേ എനിക്ക് നിങ്ങളെ ശരിക്കും സഹായിക്കാൻ പറ്റൂ. ആ മീൻ ആ കുതിരയുടെ കാര്യങ്ങളെല്ലാം സോന അണ്ണാൻകുഞ്ഞിന്റെ അടുത്ത് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ കാര്യങ്ങൾ? ഇനി ഞാൻ പറയണൊന്ന് ശ്രദ്ധിക്കണേ. സോന അണ്ണാൻകുഞ്ഞ് മീനിന്റെ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോഴേക്കും ആ തടാകത്തിൽ നിന്നും ചുഴലിക്കാറ്റ് വരാൻ തുടങ്ങി. മീൻ പേടിച്ച് തടാകത്തിന്റെ അകത്ത് ഒളിച്ചിരുന്നു. അങ്ങനെ ഡ്രാഗൺ ഹോഴ്സ് പുറത്തേക്ക് വന്നു. നേരെ സോന അണ്ണാൻകുഞ്ഞിന്റെ മുമ്പിലാണ് പ്രത്യക്ഷപ്പെട്ടത്. നീ ആരാണ്? നിനക്കെന്നെ അറിയില്ലേ ഞാൻ എത്ര ശക്തിശാലിയാണെന്നുള്ളത്? എങ്കിൽ മരിക്കാനായി തയ്യാറായിക്കോളൂ. ആരാ പറഞ്ഞത് നിനക്കാണ് ശക്തിയെന്ന്? ഞാൻ ജീവിക്കുന്ന കാട്ടിലെ രാജാവിനാണ് ശരിക്കും ശക്തിയുള്ളത്, അതറിയാമോ? നീ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? അവരാരാണ്? എന്നെക്കാളും വലിയ ശക്തിശാലി ഇവിടെ ആരുമില്ല, മനസ്സിലായോ? എടാ മണ്ട, അതാണ് കാട്ടിലെ സിംഹം. നീ കുഞ്ഞു തടാകത്തിൽ ജീവിച്ച് സ്വന്തമായിട്ട് എന്തൊക്കെയാണ് കരുതുന്നത്? കഷ്ടം. ഇതിൽ നിന്നൊന്ന് പുറത്തു ചാടി നോക്ക്. വലിയ കാട് തന്നെയാണ് ഇവിടെ ഉള്ളത്. എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് വൈകുന്നേരം ഒരിക്കൽ ഈ കുളത്തിൽ മുങ്ങേണ്ടതുണ്ട്. കാരണം ഈ കുളത്തിൽ അത്ഭുത വെള്ളമാണ്. ഞാൻ നിനക്ക് ഗുണമുള്ള ഒരു കാര്യം പറഞ്ഞു തരട്ടെ? അതെങ്ങനെ? നീ കാട്ടിലെ സിംഹരാജാവിനെ കൊന്നിട്ട് അവിടുത്തെ രാജാവായിക്കോ. ആ കാട് പിന്നെ നിന്റെ സ്വന്തമായിരിക്കും. അവിടെ വേറെ മൃഗങ്ങളും ഉണ്ട്. നിനക്ക് അവരെയൊക്കെ കൊന്ന് കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യാം. വൈകിട്ട് നിനക്ക് ഈ തടാകത്തിൽ വന്ന് മുങ്ങിക്കൊളിച്ച് തിരിച്ച് കാട്ടിലേക്ക് വരാം. നിനക്കത് വളരെ എളുപ്പമായിരിക്കും. ഇത് ഞാൻ ആലോചിച്ചതേയില്ല. എന്റെ കൂടെ വരൂ. നിങ്ങളുടെ രാജാവിനെ എന്നെ പരിചയപ്പെടുത്തൂ. നീ കുറച്ചു നേരം ഇവിടെ നിൽക്കും, ഞാനിപ്പോ വരാവേ. കുറച്ചുനേരം കഴിഞ്ഞപ്പോ സോന അണ്ണാൻകുഞ്ഞ് തിരിച്ചു വന്നു. എന്നിട്ട് ഡ്രാഗൺ കുതിരേനെ സിംഹരാജാവിന്റെ ഗുഹയിലോട്ടങ്ങ് കൊണ്ടുപോയി. ഡ്രാഗൺ കുതിരേനെയും സോന അണ്ണാൻകുഞ്ഞിനെയും കണ്ട് സിംഹരാജാവിന് ദേഷ്യം വന്ന് പറഞ്ഞു, ഈ കാട്ടിലേക്ക് തിരിച്ചു വരാൻ നിനക്കെങ്ങനെ ധൈര്യമുണ്ടായി സ്വർണ്ണ അണ്ണാനെ? പിന്നെ നീ നിന്റെ കൂടെ ഏത് വിചിത്ര ജീവിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? സിംഹരാജാവ് ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഡ്രാഗൺ കുതിര നേരെ സിംഹരാജാവിന്റെ രൂപത്തിലേക്ക് അങ്ങ് മാറി. അല്ല, ഇതിപ്പോ എന്റെ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നല്ലോ. നീ ഒരു ആൾമാറാട്ടക്കാരനെയാണോ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? എന്നെ കൊല്ലാനായി, എന്റെ ഈ കാട് ഏറ്റെടുക്കാനായി? പക്ഷെ ഞാനിവനെ വെറുതെ വിടില്ല. സിംഹരാജാവിന്റെ രൂപം ധരിച്ച ഡ്രാഗൺ കുതിരയുടെ കണ്ണിലൂടെ തീയാളുന്ന പുക വന്ന് സിംഹരാജാവിനെ ഒറ്റ നിമിഷത്തിൽ അങ്ങ് തീർത്തു കളഞ്ഞു. സിംഹരാജാവിനെ കൊന്നു കഴിഞ്ഞപ്പോ ഡ്രാഗൺ കുതിര അതിന്റെ രൂപത്തിൽ തിരിച്ചു വന്നു. നീ കണ്ടില്ലേ ഞാൻ എത്ര ശക്തിശാലിയാണെന്നുള്ളത്? ഇന്ന് തൊട്ട് ഞങ്ങളുടെ മഹാരാജാവ് അങ്ങ് തന്നെയാ. ഇന്നു മുതൽ നീ എന്റെ രാജ്യത്തിന്റെ ഉപദേശകനാണ്. ഇനി എന്നോട് പറയൂ, കാട്ടിലെ മറ്റു മൃഗങ്ങളെ എനിക്ക് എവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും? എനിക്ക് കഴിക്കാൻ കൊതിയായി. അതൊക്കെ വിട് മഹാരാജാവേ. പെട്ടെന്ന് തടാകത്തിൽ പോകൂ മഹാരാജാവേ. വൈകുന്നേരം ആയില്ലേ? തടാകത്തിന്റെ അകത്ത് പോയി ഒന്ന് മുങ്ങി കുളിക്കാൻ സമയമായി. അയ്യോ അതെ, ഞാൻ അക്കാര്യം മറന്നുപോയി. ഡ്രാഗൺ കുതിര ഓടി ഓടി ആ തടാകത്തിന്റെ അടുത്ത് എത്തി. അവൻ നോക്കുമ്പോ തടാകം കല്ല് വെച്ച് മൂടിയിരിക്കുന്നു. അല്ല, ഇതെങ്ങനെ സംഭവിച്ചു? രാവിലെ ഈ കുളത്തിന് ഒരു പ്രശ്നമുണ്ടായിരുന്നില്ലല്ലോ. ഡ്രാഗൺ കുതിര ആ കല്ലുകളെ മാറ്റാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് ശരീരത്ത് തീയങ്ങ് പിടിച്ചു. അങ്ങനെ അത് കത്തിച്ചാമ്പലായി പോയി. അത് കത്തിച്ചാമ്പലായി കഴിഞ്ഞപ്പോഴേക്കും കാട്ടിലെ ബാക്കി പ്രാണികളെല്ലാം ഒളിച്ചിരുന്നവർ പുറത്തു വന്ന് എല്ലാ കല്ലുകളും മാറ്റി. ആ തടാകത്തിൽ നിന്നും തുള്ളിച്ചാടി ആ മീൻ പുറത്തോട്ട് വന്ന്, സോന അണ്ണാൻകുഞ്ഞേ, ഒരുപാട് നന്ദിയുണ്ടേ. നിന്റെ ഈ ബുദ്ധി കാരണമാണ് ഡ്രാഗൺ കുതിരേനെ ഇതിൽ നിന്നും ഇല്ലാണ്ടാക്കാൻ പറ്റിയത്. തടാകത്തിന് തിരിച്ച് അതിന്റെ ജീവൻ തിരിച്ചു കിട്ടി. അതുപോലെ ഞങ്ങളുടെ കാട്ടിലെ അഹങ്കാരിയായ ആ സിംഹരാജാവിനെ ഒഴിവാക്കാനും പറ്റി. ശരിക്കും പറഞ്ഞ സോന അണ്ണാൻകുഞ്ഞ് ആദ്യമേ മീന്റെ ചെവിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അതുപോലെ മറ്റു പ്രാണികളോടും പറഞ്ഞിരുന്നു ഡ്രാഗൺ കുതിര അവിടുന്ന് പോകുമ്പോഴേക്കും തടാകത്തിൽ കല്ലുകൾ കൊണ്ട് നിറയ്ക്കണമെന്ന്. അതിനുശേഷം കാട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.